ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ചുരിദാറിൻ്റെ നെക്ക് ഇതുപോലെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൂടെ സ്ലീവിൽ പിൻടെക്കും ലേസൊക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് ഉൾപ്പെടെ 17 ഇഞ്ചിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവ് റൗണ്ട് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ പകുതി കൊടുക്കുക. ഞാനിവിടെ 6 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. പിൻടെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലുള്ള 2 പീസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സ്ലീവ് റൗണ്ട് വരുന്നത് 12 ഇഞ്ചാണ്. അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള പീസിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 24 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമാണ് ഉള്ളത്. പിൻടെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. 4 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് കിട്ടുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇവിടെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ നല്ല ഭാഗത്താണ് പിൻടെക്കിന് വേണ്ടി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഓരോ ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാനിവിടെ മാർക്കിംഗ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ഒരേ ലെവലിൽ തന്നെ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലും ഇതുപോലെ 2 പോയിൻറ്റുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ച് പിടിച്ചിട്ട് ഈ അരികിലൂടെ തന്നെ തൊട്ടരികിലൂടെ തന്നെ നമുക്ക് ഒരു പോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്ന ആദ്യത്തെ വലിയ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് കാണുന്ന ചെറിയ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 2 പീസിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഫൂട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് ഒരു പോയിൻറ്റിൽ മേലെ തുടങ്ങി താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേലെ കെട്ടിട്ട് കൊണ്ട് നമുക്ക് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി അടുത്ത പോയിൻറ്റും രണ്ടും ഒരേ ലെവലിൽ വെച്ചിട്ട് നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസും നമ്മൾ പിൻടെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. ഇതൊരു പശ്മീന മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് ഇതുപോലെ റഫായിട്ട് നിൽക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇനി സ്ലീവിൻ്റെ നല്ല ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കാം. അതായത് ലേസ് മേലേക്കാക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന പീസ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗം ലേസിനോട് ചേർത്ത് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിതുപോലെ പിൻകുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് ലേസിനെ ഇതുപോലെ താഴേക്കാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലേസിൻ്റെ മേൽഭാഗത്ത് കൂടെ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ഭാഗത്തെ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, ഇതിനെ നമുക്ക് താഴേക്ക് ആക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം മേൽഭാഗത്ത് കൂടെ ലേസിൻ്റെ മേൽഭാഗത്ത് കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ലേസ് വെച്ച് കൊടുക്കാം. താഴെ നിന്ന് 1 ഇഞ്ച് മേലേക്ക് ആക്കിയിട്ട് വേണം ലേസ് വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ മേൽഭാഗത്തേക്ക് ആക്കി വേണം ലേസ് വെക്കാനായിട്ട്. ഇനി നമ്മൾ ഈ കൊടുത്ത പീസ് ഉണ്ടല്ലോ, അതിൽ ബാക്കി വന്നിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് ഈ 1 ഇഞ്ച് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ആദ്യം തന്നെ 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കാം. അതിനുശേഷം 1/2 ഇഞ്ചും കൂടി മടക്കിയിട്ട് ലേസിൻ്റെ കരഭാഗം ഉണ്ടല്ലോ, അതിനോട് ചേർത്ത് വെച്ചിട്ട് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് മേലേക്കിരിക്കുന്ന ലേസിനെ നമുക്ക് താഴ്ഭാഗത്തേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇതാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് നോക്കാം. ക്യാൻവാസ് നമ്മളിവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ സ്മൂത്തായിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ടുള്ളത് 9 ഇഞ്ചാണ്. വീതി ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. മേലെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാൻ 3.25 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ലെങ്ത്ത് വന്നിട്ട് 6 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ആക്കി കൊടുക്കാം. ശേഷം മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ചിലും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ഈ ലൈനിൻ്റെ പകുതിയിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പകുതിയിലും ഒരു മാർക്കിംഗ് കൂടി കൊടുക്കാം.
ശേഷം ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴ്ഭാഗത്തെ ഈ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ 1/2 ഇഞ്ച് മാർക്കിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റിൽ നിന്ന് മേലേക്ക് നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്യുന്നത് കയ്യിൽ പിടിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ 2 സൈഡിലും പിൻകുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി ഒന്നും കൂടി മടക്കി കൊടുക്കുക. അതിനുശേഷം ക്യാൻവാസിന് എത്ര വീതിയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് അതിന് ചുറ്റിലും നെക്കിന് ചുറ്റിലും മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത്. ശേഷം ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ക്യാൻവാസിൻ്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഈ പീസിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസിൻ്റെ ചുറ്റിലും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് 3 സൈഡിലും നമുക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി മേലത്തെ ഈ പീസ് ഉണ്ടല്ലോ 1/2 ഇഞ്ചിൻ്റെ, അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടുകയുള്ളൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 6 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ക്യാൻവാസിനെ നമുക്കിതുപോലെ മടക്കി വെച്ചിട്ട് സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് ക്യാൻവാസ് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം നെക്കിൻ്റെ ഉൾഭാഗത്ത് കൂടെ, അതായത് ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിന് ചുറ്റിലും ക്യാൻവാസിൻ്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വിട്ട് കൊടുക്കുക. ആ 1/4 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി ഭാഗം വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് നെക്കിന് ചുറ്റിലും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. ക്യാൻവാസ് ഇതുപോലെ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിൻ്റെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ക്യാൻവാസിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഈ അരികിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുത്താലും മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.